ആ പോയി പോളെ. എന്നാ ഓക്കെ, നാളെ കാണാം. വിശന്നിട്ട് നിക്കാൻ കഴിയില്ല, തിന്നാൻ നടത്തിയിരുന്നു. നീ ഒറ്റ ഒരുത്തിയാണ് ഇത് ഇത്ര വഷളാവാൻ കാരണം. അച്ഛനെന്തിനാ അമ്മേനെ അടിച്ചത്? മോളൊന്ന് അങ്ങോട്ട് മാറി നിൽക്ക്. ഞാനെപ്പോ പറയലില്ലേ, വാരി കൊടുക്കുന്നതിന് വില ഉണ്ടാവില്ല, അത് കൊടുക്കുന്നതിന് വില ഉണ്ടാവില്ല. ആരെങ്കിലും അറിയാണ്ട് നിങ്ങളെ കൂടി ഉത്തരവാദിയാവും, ഞാൻ മാത്രമല്ല. അമ്മ എന്താ അമ്മ പ്രശ്നം? അച്ഛൻ എന്തിനാ അമ്മേനെ അടിച്ചേ? ഒന്നുമില്ല, മോള് പോയി പഠിച്ചു. അല്ല, എന്തോ ഉണ്ടായി, എന്നോട് പറ. നിനക്ക് ഇവിടുത്തെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. വീട് അരി പോകണമെങ്കിൽ പുറത്തു പോയി ഞാൻ എത്ര കഷ്ടപ്പെടുന്നു എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ 1000 പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. അതിനിടയ്ക്ക് ആകില്ലേ വെളിച്ചം, അതും പോയി കെട്ടുപോയി അറിയുമ്പോ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് ചെറിയൊരു സൂചന പിടിക്കണം, ഞാൻ നിങ്ങളോട് പറയൂലേ. അച്ഛ അച്ഛ അമ്മേനെ അടിക്കാതെ അച്ഛ. അച്ഛ ഇതെല്ലാം ഉത്തരവാദി നീയാണ്. നീ ഒറ്റ ഒറ്റ കാരണം. അച്ഛ വീടച്ച. അമ്മയല്ല അച്ഛ. നിന്നെ പോലത്തെ ഓരോരുത്തരും തകരാറുണ്ടാവും ഈ സംഭവം നടക്കുന്നത്. നീ ആ വീട്ടിൽ നിൽക്കുന്നത്, ഞാനല്ല. ഈ കുഞ്ഞിന്റെ ശ്രദ്ധ പോലും നിനക്ക് ചേർന്ന് പോയല്ല. എന്നാ അമ്മേ, എന്നാടെ സംഭവിച്ചു? നീ എന്നോട് പറ. ഒന്നുമില്ല മോളെ, എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെ പറ്റി ഒരു പ്രതീക്ഷയുണ്ടാവും. അതില്ലാണ്ടായിന്ന് കാണുമ്പോ അച്ഛനൊന്ന് പതറിപ്പോയി, അത്രയേ ഉള്ളൂ. ആരും പോയിട്ടൊന്നുമില്ല. നീ ഇത് അമ്മേനോടൊന്നും പറയാൻ നിൽക്കണ്ട. ചേച്ചി ഡെയിലി ചോക്ലേറ്റ് വാങ്ങിച്ചിരുന്നില്ലേ? ചേച്ചി ഞാൻ പറയൂല ചേച്ചി. അമ്മേ, പിന്നെ അച്ഛൻ എന്താ എന്നോട് ദേഷ്യപ്പെടാഞ്ഞേ? പേടിച്ചിട്ടാണ് മോളെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോന്നുള്ള പേടി. അച്ഛനമ്മമാരെ ഈ പേടിയാന്ന് നിങ്ങൾ മുതലെടുക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായേ.